വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ദൈവം നമുക്ക് ഒരു ദിവസം കൂടി തന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ദൈവവചനം കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക. ദൈവവചനം എത്ര പഠിച്ചാലും തീരത്തില്ല. കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കണം. പഠിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ സ്വയം പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് എന്നോട് സംസാരിച്ച എനിക്ക് തന്ന ആ നല്ല വചനങ്ങളെയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 11:23 പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ. അപ്പോൾ കർത്താവിൽ നിന്നും പ്രാപിക്കുന്നത് വേണം നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാനായിട്ട്, കൊടുക്കുവാനായിട്ട്. അതവർ ദൈവവചനമായി കൈക്കൊള്ളുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതവർക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ദിവസവും കർത്താവ് എനിക്ക് തന്ന ആലോചന നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എപ്പോഴും ദൈവം നമുക്ക് തരുന്നതെല്ലാം നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രിസ്ത്യാനിരൂപരായി തീരണമെന്നുള്ളതാണ് നമ്മളെ വിളിച്ച് വേർപെടുത്തിയ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. അനേക പുത്രന്മാരെ ഏകജാതൻ ആദ്യജാതനായി തീർന്നത് ഈ ഏകജാതനിലൂടെ അനേകർ വീണ്ടും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഏകജാതൻ ആദ്യജാതനായി തീർന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ആ സഹോദര ബന്ധം പിതാവ് നമുക്ക് തന്നിരിക്കുക. ക്രിസ്തു നമ്മുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്. ആ നിലയിൽ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ കർത്താവിന് ലജ്ജ തോന്നിയില്ല. ആ വലിയ പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന നാം ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ വളരണം. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങാറുണ്ട്. എന്തിനു വേണ്ടി ഒരുങ്ങുന്നത്? നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ യാത്രയ്ക്കുള്ള ഒരുക്കം. അത് നീണ്ട യാത്രയാണെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ എടുത്തുള്ള ഒരുക്കങ്ങളായിരിക്കും, അല്ലേ? നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് നീണ്ട ഒരുക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അതിനും വലിയ നീണ്ട സമയത്തെ ഒരുക്കങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേക നിലകളിൽ അനേക കാര്യങ്ങളിൽ ഒരുങ്ങാറുണ്ട്, ഒരുങ്ങേണ്ട ആവശ്യവുമുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഒരുക്കത്തെക്കുറിച്ച് അല്പമായിട്ട് പറയാം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആധാരമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യമാണ്. 2 Timothy chapter 4:2. അതിൽ നിന്നും ഒരു വാക്യം ഒരു പദം മാത്രമേ എല്ലാത്തിനും എടുത്ത് വായിക്കുന്നില്ല. അനേക വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് മൊത്തം വായിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു കാര്യമാണ്, ഒരുക്കത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് അവിടെ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ഞാൻ ആ വാക്യം മൊത്തം വായിച്ചേക്കാം. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അപ്പോൾ ഇവിടെ പല പല വിഷയങ്ങളുണ്ട്. ഇതിലൊരു ചെറിയ വിഷയമായിട്ട് മാത്രം ഞാനിവിടെ എടുക്കുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനൊക്കെയാണ് ഈ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് ആത്മാവിൽ നിങ്ങളോട് പറയുവാനായിട്ട് ദൈവം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ഒരുക്കമുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയുള്ള ഒരുക്കം? ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മൾക്കുള്ള ഒരുക്കം, ഒന്നാമത്തെ ഏറ്റവും വലിയ ഒരുക്കം നമുക്ക് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള ഒരുക്കം. സുവിശേഷം പൗലോസ്ലീഹ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്ന ആ വാക്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. റോമാലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതൊരു വലിയ നല്ല പ്രയോജനമാണ്. എന്നാൽ ആവോളം എന്ന് പറയാൻ കഴിവിൻ്റെ പരമാവധി നിങ്ങളോട് സുവിശേഷം പറയുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവപൈതലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട
ദൈവമക്കളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിയോടും, അത് ഏത് സമയമാണെങ്കിലും, അത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും, അല്ല അത് ആദ്യ രാത്രിയിലാണെങ്കിലും, അത് ഏത് സമയത്തും നമുക്ക് ഈ വിശേഷം പറയാനായിട്ടുള്ള ഒരുക്കമുണ്ടായിരിക്കണം. എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ആ പ്രയോഗം വളരെ വിലപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ എന്നാൽ ആവോളം മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന്? നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ഈ സുവിശേഷം തന്നെയാണ്. കാരണം നമുക്കറിയാം, കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു മുൻപ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ കാര്യം പറഞ്ഞയക്കുമ്പോൾ പറയുന്നൊരു കാര്യം മർക്കോസ് 16:15, മാർക്ക് 16:15 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. കൽപ്പനയാണ്. ഈ കർത്താവ് തന്നിരിക്കുന്ന ഒരു വലിയ കൽപ്പനയാണ്. അത് മത്തായി 28:19 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെല്ലാവരോടും സുവിശേഷം പറഞ്ഞ് അവരെ ശിക്ഷയിലാക്കണം. അതിൻ്റെ ചില പടികളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം, നമ്മൾ സുവിശേഷം അറിയിക്കുവാൻ ഒരുങ്ങണം. ഇന്ന് ആ ഒരുക്കം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടോ? നമുക്കറിയാം, ഇന്ന് പാപം പെരുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരിൽ പല വിധത്തിലുള്ള ഭീതി ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഭീതിയുടെ ആത്മാവിനെ അല്ലല്ലോ. കർത്താവിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് സുവിശേഷം അറിയിക്കുവാനുള്ളൊരു തീക്ഷ്ണത, എരിവ് ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് വന്ന ഈ വചനം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്കും പകരപ്പെടണം. അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് എന്ത് ദുഃഖമായിരിക്കും. നമ്മൾ 1 Corinthians 9:16 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം. ഞാൻ സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയാറുണ്ടോ? നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവം ഒരു വ്യക്തിയെ അയക്കുമ്പോൾ നിങ്ങളിൽ നിന്നും അവർക്ക് ജീവൻ ലഭിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ ജീവൻ്റെ വചനമാണ് നിങ്ങളിലുള്ളത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 5:20 ജയിലിലടച്ച ശിഷ്യന്മാരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ദൂതൻ എന്താ പറഞ്ഞേ? നിങ്ങൾ പോയി ഈ ജീവൻ്റെ വചനം എല്ലാവരോടും പ്രസംഗിക്കാനാണ് പറഞ്ഞത്. ജീവൻ്റെ വചനം, സുവിശേഷം എന്നുള്ളത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലാണ് ജീവൻ. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. അതാണ് ജീവൻ്റെ വചനം. അപ്പോൾ നമ്മൾക്ക് ഇത് എല്ലാവരോടും പറയുവാൻ കടപ്പാടുണ്ട്. ഒരാൾ പോലും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണ് 1 തിമോത്തി 2:4 വായിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണം, ദൈവത്തിൻ്റെ ഹിതമാണ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക? ഈ സുവിശേഷം കേൾക്കാതെ എങ്ങനെ ആര് രക്ഷിക്കപ്പെടും? നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ പ്രസംഗിക്കാതെ ആര് കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ പറയണമെങ്കിൽ അത് പറയാനൊരാളെ അയക്കണം. അപ്പോൾ ദൈവം അയക്കുന്നവനാണെങ്കിൽ, അപ്പോൾ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ദൈവം നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. എന്തിനയച്ചത്? നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ. ഞാൻ കഴിഞ്ഞ ദിവസവും സന്ദേശത്തിൽ പറയുകയുണ്ടായി, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ ദൈവമക്കൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. അതല്ലേ നമ്മൾ 1 Corinthians 6:19 വായിക്കുന്നത്, നാം താന്താങ്ങൾക്കുള്ളവരല്ല. പ്രിയമുള്ളവരെ, നാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല, നാം ക്രിസ്തുവിനായി ജീവിക്കേണ്ടവരാണ്. അപ്പോൾ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് നമുക്ക് ഈ സുവിശേഷം അറിയിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അത് പാപമാണെന്ന് ലേവ്യർ 5:1 വായിക്കുന്നുണ്ട്. നമ്മൾക്ക് ദൈവം ലഭിച്ച ഈ സന്തോഷം, ഈ സത്വാർത്ത നമ്മൾ അറിയിക്കുന്നില്ലെങ്കിൽ അത് പാപമാണ് പ്രിയമുള്ളവരെ. അതെത്ര പേര് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്? ആ നിലയിൽ ലേവ്യർ 5:1 നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ
ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു സുവിശേഷമായി മാറുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോൾ. നമ്മൾ വെളിച്ചമായി മാറുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ. അപ്പോൾ അതിലെ ഫിലിപ്പിയർ 2:15 വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചമായി ശോഭിക്കാൻ തക്കവണ്ണം നമ്മളിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യണം? സുവിശേഷത്തിൻ്റെ ധ്വനികൾ ഒഴുകിക്കൊണ്ടിരിക്കണം. നമുക്ക് ആരോടും സുവിശേഷം പറയാനായിട്ടുള്ള ഒരു ഒരുക്കമുണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒരുക്കമുണ്ടോ? ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം തന്നല്ലോ. അപ്പോൾ ഇന്നും എനിക്ക് അനേകരുടെ ഈ വചനം പറയണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വചനം കേട്ട് അവർ വിശ്വസിക്കണമെങ്കിൽ നാം പറയുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. വിശ്വസിക്കാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുത്താൽ, ദൈവങ്ങളുടെ ഹൃദയം തുറന്നാൽ, ദൈവങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചാൽ അതൊക്കെ ദൈവം ചെയ്യണം. എന്നാൽ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ സുവിശേഷം പറയണം. പറയുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. കേൾക്കുന്നവരിൽ അത് ഏത് നിലയിൽ പരിണമിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യമാണ്. നീ പറയുക. അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും. അങ്ങനെ ഒരു വാക്യം യിരെമ്യാ പ്രവചനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. ആ വാക്യം വളരെ ഗഹനമാണ്. എന്നാൽ എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുന്നു. കണ്ടോ? എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുന്നു. വളരെ വിലപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് നിവർത്തിക്കേണ്ടതിന് ദൈവം ജാഗരിക്കുന്നു. പറയുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. എന്നാൽ അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യം. നമ്മൾ ചിന്തിക്കുക, നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? നമുക്കത് പറയുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ജയാളികളാണ്. നമുക്ക് കഴിയണം. എന്നിട്ട് യെഹെസ്കേലിൽ 2:7 വായിക്കുന്നത്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. നോക്കണം, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും. അപ്പോൾ ഈ വ്യക്തി കേൾക്കുമോ കേൾക്കാതിരിക്കുമോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. നമുക്കുള്ള ദൈവത്തിൻ്റെ കൽപ്പന എല്ലാവരോടും സുവിശേഷം പറയണം. നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മൾ മുഖം നോക്കി സംസാരിക്കുന്നവരാണോ? വലിയ അധികാരിയായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ എന്ന് ചിന്തിച്ച് നമ്മൾ പറയാതിരിക്കുമോ? ഞാൻ അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, എൻ്റെ ചില അനുഭവങ്ങളും കൂടി ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്. ഞങ്ങളൊരിക്കൽ വൈക്കത്തിനടുത്ത് ചെമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും പാപ്പച്ചായൻ എന്ന് പറയുന്ന RCC ഉതുപ്പ് എന്ന് പറയുന്ന അച്ചായനുമായിട്ട് അവിടെ ഞങ്ങൾ കുറേ പേര് ശുശ്രൂഷ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഏരിയ തരും. ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിലും പോയി വചനം അറിയിക്കുക. അപ്പോൾ ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ കടിക്കുന്ന പട്ടിയുണ്ട്. വലിയ ഭയങ്കരമായ ഇരുമ്പ് ഗേറ്റാണ്. അപ്പോൾ അച്ചായൻ പറഞ്ഞു, ടോമിച്ചാ നമുക്കിവിടെ പോകണ്ട, കാരണം അദ്ദേഹത്തെക്കുറിച്ച് അച്ഛൻ അറിയാം. അദ്ദേഹം വചനമൊന്നും കേൾക്കില്ല. അദ്ദേഹം വളരെ ഒരു ദുഷ്ടനായ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അച്ചായ, നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ലൊക്കേഷനിൽ ഒരെണ്ണം പോലും വിട്ടുപോകാൻ പാടില്ല. നമ്മളവിടെ പോകണം, വചനം പറയണം എന്ന് പറയാനിടേ. ഞങ്ങൾ പോയി. അവിടെ വലിയൊരു പട്ടിയൊക്കെ ചെങ്ങലയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തലമൊക്കെ നോക്കിയിട്ട് തലതാത്തി കിടന്നു. ഒരു ബെല്ലടിച്ചു. അവിടെ സുവിശേഷം പറയാനിടയായി. 82 വയസ്സുണ്ടായിരുന്ന ചെറിയാച്ചായൻ എന്ന് പറയുന്ന ഒരച്ചായൻ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ഒരു കാര്യം ചെയ്യരുത്. നമ്മുടെ കർത്തവ്യം എല്ലാവരോടും വചനം പറയാമെന്ന. ഇതാ പാപ്പച്ചായന് തോന്നിയത് അദ്ദേഹം കേൾക്കുകയല്ലെന്ന. സംഭവിച്ചെന്നാ അറിയോ? അദ്ദേഹം ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര വലിയ പാപമാണെങ്കിലും അത് ക്ഷമിക്കുമോ? അദ്ദേഹത്തോട് യെശയ്യാപ്രവചനം 1-ാം അധ്യായം 18-19 വാക്യം വായിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടുച്ചുവപ്പായിരുന്നാലും ദൈവം അത് ഹിമം പോലെ വെളുപ്പിക്കും. മാത്രമല്ല 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, യേശുവിൻ്റെ രക്തം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത ഒരു പാവവുമില്ല. അതുകൊണ്ട് അച്ചായൻ അതിനെക്കുറിച്ച് ഒരു വറിയും ചെയ്യേണ്ട എന്ന് പറയാനിടയായി. സംഭവിച്ചെന്നറിയോ? ഈ അച്ചായൻ
ആ സമയത്ത് തന്നെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു. വാസ്തവത്തിൽ ഒരു വലിയ ഇതായിരുന്നു. ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവമാ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പൊട്ടിക്കരയാനിടയായി. ഒരു 35-40 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിലും ഇന്നലെ എന്ന വണ്ണം എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ദൈവമക്കളെ, അപ്പോൾ നമ്മളത് ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ നോക്കുക, ദൈവം നിശ്ചയമായും മറ്റാരെങ്കിലും അയച്ചേനെ. കാരണം കർത്താവ് മുന്നമേ കണ്ടിരുന്നൊരു വ്യക്തിയാണ്, അവന് യാതൊരു സംശയമില്ല. ആ വ്യക്തി മുഖാന്തരം അവിടെ ഒരു സഭയുണ്ടാകാനിടയായി തീർന്നു. ചെമ്പ് എന്ന് പറയുന്ന സ്ഥലം, വൈക്കത്തിനടുത്ത്. നോക്കുക, വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ ദൈവമക്കളെ. അങ്ങനെയുള്ള വ്യക്തികളെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ഒഴിഞ്ഞു കളയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ ഒരു ട്രാക്റ്റ് കൊടുത്തിട്ട് ആ ട്രാക്റ്റ് വായിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് എനിക്ക് ഒരുപാട് പേരെ കുറിച്ച് അറിയാം. നോക്കുക, അവർ സത്യാന്വേഷികളായിട്ട് മുമ്പോട്ട് വന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ട്രാക്റ്റ് കൊടുക്കാമല്ലോ. ഇന്ന് നമുക്ക് എത്രയോ നല്ല നല്ല ട്രാക്റ്റുകൾ, ആൾക്കാരെ വളരെ ചിന്തിപ്പിച്ചിരിക്കുന്ന അനേക ട്രാക്റ്റുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഞാൻ പറയുന്ന സാരം പറയുള്ളവരെ, നമുക്കെപ്പോഴും ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ അല്ലെങ്കിൽ സുവിശേഷം പറയുവാൻ നമ്മളെ ലാഭോളം നാം ഒരുങ്ങിയിരിക്കണം. ഈ ഒരുക്കം എനിക്ക് ഉണ്ടോ? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ കാര്യത്തിൽ ഒരു ദൈവവൈദ്യനും വീഴ്ച വരുത്തരുതേ. ഇതിൽ നിങ്ങൾ മടിയന്മാരാകരുതേ. ഇനി നമുക്ക് അധികം സമയമില്ല. പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനത്തിലെ മുന്നറിയിപ്പുകളാണ്. യോഹന്നാൻ 9-ാം അധ്യായം നിങ്ങൾക്കറിയാം. ഞാനതെല്ലാം എടുത്ത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. പൗലോസ് പറയുന്നു, ഞാൻ എന്നാലാവോളം സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ ഒരുക്കം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടോ? ഈ യഥാർത്ഥമായ ഒരുക്കത്തിലൂടെയാണോ ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നത്? നമ്മളിലൂടെ വചനം കേട്ടിട്ട് ചിലരെങ്കിലും നമുക്ക് കർത്താവിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊരു ചോദ്യമാകട്ടോ. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ സുവിശേഷം അറിയിക്കുവാൻ നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം. ഇത് ദൈവഹൃദയത്തിൽ നമ്മളെക്കുറിച്ചുള്ള വലിയ ആഗ്രഹമാണ്. ദൈവം നമ്മളെ അതിനുവേണ്ടിയാണ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലെല്ലാം കർത്താവ് ഈ സുവിശേഷം, രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഈ സുവിശേഷമുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അതിനാണ് ദൈവം തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് ഊന്നി പറയുകയുണ്ടായി, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ കർത്താവിൻ്റെ സാക്ഷികളാകുന്നത് കർത്താവിൻ്റെ സുവിശേഷം നാം അറിയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം വരുത്തുന്നവരായി എവിടെയും കർത്താവിനെ ഉയർത്തി കാണിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ ഈ ഒരുക്കം, ഈ ഒന്നാമത്തെ ഒരുക്കം എനിക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത് നമ്മുടെ ഒരുക്കം വേണ്ടത്, നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന പിശാച് നമുക്കെതിരാണ്. അപ്പോൾ ഇവൻ അനേക നിലകളിൽ നമുക്കറിയാം, മുഴു ലോകവും പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5:19 അവസാന ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ദുഷ്ടൻ എന്തു ചെയ്യും? അനേകരിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കാം. അപ്പോൾ അവിടെ രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സാത്താനെതിരെയുള്ള ഒരുക്കം, പിശാചിനെതിരെയുള്ള ഒരുക്കം. പിശാച് നമ്മുടെ ജീവിതയാത്രയെ 2 തെസ്സലോനിക്കർ 2:18 ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. നമ്മൾ പറയുന്ന റെഫറൻസുകൾ കൃത്യമായിരിക്കണമല്ലോ. അപ്പോൾ 1 തെസ്സലോനിക്കർ 2:18 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അതിൻ്റെ അവസാനം 1 തെസ്സലോനിക്കർ 2:18 അവസാനം, സാത്താൻ ഞങ്ങളെ തടുത്തു. പ്രിയമുള്ളവരെ, പിശാച് നമ്മുടെ പ്രവർത്തനങ്ങളെ തടുക്കുവാൻ, നമ്മുടെ മുന്നേറ്റത്തെ തടുക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിയെ തടുക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാനൊക്കെ അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 2:11, 2 കൊരിന്ത്യൻ chapter 2:11, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്,
അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, പിശാച് നമ്മളെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ആത്മീയ മുന്നേറ്റത്തെ തകർക്കുവാൻ തക്കവണ്ണം അനേക കുതന്ത്രങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് അനേക രക്ഷിക്കപ്പെട്ട അനേക ദൈവമക്കൾക്കും വേണ്ടും വണ്ണം ഒരു ആത്മീയമായ ഉണർവ് എന്തുകൊണ്ടില്ല? അവർ പലരും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി കിടക്കുക. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ അവൻ അവസരം നോക്കി പാർക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹായ്ക്ക് സഭയെക്കുറിച്ചൊരു വലിയ ഭയമുണ്ടായിരുന്നു. ആ ഭയം എന്തെന്നറിയാമോ? മറ്റൊന്നുമല്ല, നമ്മൾ 2 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ ചാപ്റ്റർ 11:3, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് നോക്കുക, എന്താണ് ഇവിടുത്തെ വിഷയം? സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ഈ പിശാചിനെ കുറിച്ചാണ്. ഏദൻ തോട്ടത്തിൽ കടന്നു വന്ന ആ സർപ്പത്തിലൂടെ പിശാച് പ്രവർത്തിച്ചു. നോക്കുക, അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പോൾ ഹൗവയെ എന്ത് ചെയ്തു? ഉപായത്താൽ ചതിച്ചു. അപ്പം പിശാച് ചില ഉപായങ്ങൾ കൊണ്ടുവരും. അവൻ ഉപായിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അനേകരിലൂടെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന പല വ്യക്തികളിലൂടെയും അവൻ ഉപായങ്ങളിലൂടെ ഇടപെട്ടെന്ന് വന്നേക്കാം. വളരെ എരിവുള്ളവരായിരിക്കണം പ്രിയമുള്ളവരെ. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, കർത്താവെങ്കിൽ നമ്മുടെ മനസ്സുറപ്പിക്കണം. കർത്താവിനെ നമുക്കെല്ലാമായിട്ട് നമുക്ക് കാണുവാൻ കഴിയണം. നോക്കുക, കർത്താവില്ലെങ്കിലും സാരമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ചിന്തിക്കുക, ഇപ്പം ചിലർക്ക് കൂട്ടായ്മയുടെ ഗൗരവമില്ല. കാരണം എന്താ? അവർക്ക് നല്ല ജോലിയുണ്ട്, ഇഷ്ടംപോലെ ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ കർത്താവിങ്കിൽ നിന്നുള്ള ഏകാഗ്രത നഷ്ടമാക്കുകയാണ്, കർത്താവിനോടുള്ള അടുപ്പം നഷ്ടമാക്കുകയാണ്. ചിന്തിക്കുക, ദൈവമക്കളെ, ക്രിസ്തുവിൽ നിന്നും നമ്മളെ അകറ്റുന്ന, കർത്താവിൽ നിന്ന് നമ്മളെ വേർപെടുത്തുന്ന ഒരു ചിന്താഗതിയിലേക്കും നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ മനസ്സ് മറ്റൊന്നിലേക്ക് ആകാൻ പാടില്ല. നമ്മളെപ്പോഴും കർത്താവുമായിട്ടുള്ള വലിയ ഏകാഗ്രത ഉണ്ടായിരിക്കണം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും 1-ാം സ്ഥാനം ഉണ്ടായിരിക്കണം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ഉണ്ടായിരിക്കണം. ദൈവഹിതത്തിലായിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ കർത്താവിനോട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിശുദ്ധ ജീവിതം, നിർമ്മലത. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് കർത്താവിൽ നിന്ന് അകലുന്തോറും നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നുകൂടും. വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കർത്താവിനോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഉപായത്താൽ ചതിക്കും. ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവം നമുക്കറിയാം. അവിടെ ആദാമല്ല വഞ്ചിക്കപ്പെട്ടത്, ഹൗവയാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് 1 തിമോത്തി 2:14 പൗലോസ് എടുത്തു പറയുന്നുണ്ട്. നോക്കുക, അവിടെ വഞ്ചിക്കപ്പെടുകയായിരുന്നു, ചതിക്കപ്പെടുകയായിരുന്നു. അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. ഇത് നമ്മൾ നന്നായിട്ട് അറിയണം. നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങളെ സമയത്ത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമായിട്ട് ഭവിക്കും. അപ്പോൾ ഇവിടെ അവനെക്കുറിച്ച് പറയുന്നത്, അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വഞ്ചനകൾ കൊണ്ടുവരും. അവൻ വഞ്ചിക്കുന്നവനാണ്, ചതിക്കുന്നവനാണ്. അപ്പോൾ ഈ ദൈവവചനത്തിൽ ഇല്ലാത്തതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ സരസമായിട്ട് അവൻ നമ്മളെ വഞ്ചിക്കും. മാത്രമല്ല, കൂടുതൽ ഏകാഗ്രതയോടെ മുമ്പോട്ട് പോകുന്നവരെ വിഴുങ്ങുവാൻ നമുക്കറിയാമല്ലോ. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, 8-ാം വാക്യം, 1 Peter chapter 5:8 അവിടെ വായിക്കുന്നത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന്
തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ അവൻ സിംഹമല്ല. സിംഹം യഹൂദാഗോത്രത്തിന്റെ സിംഹം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ സിംഹം എന്ന പോലെ, അതല്ലേ അവൻ്റെ അഭിനയം, ദൈവത്തിൻ്റെ ദാസന്മാരെ പോലെ അങ്ങനെ അവൻ നടക്കും. അപ്പോൾ അങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മുടെ ശത്രു ഏതെങ്കിലും നിലയിൽ നമ്മളെ വഞ്ചിക്കുവാൻ, നമ്മളെ ചതിക്കുവാൻ, നമ്മുടെ ആത്മീയമായ തീഷ്ണതയെ, എരിവിനെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാതിരിക്കുവാൻ, ഏതെങ്കിലും നിലയിൽ നമ്മളെ പാപത്തിൽ വീഴിക്കുവാൻ അവൻ നമുക്കിട്ട് പാര വെച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണം. അടറുന്ന സിംഹം എന്ന പോലെ അവനിങ്ങനെ വിശുദ്ധന്മാർക്ക് ചുറ്റുമിനോ കറങ്ങി നടക്കുക. എപ്പോൾ അവസരം കിട്ടും, അവസരം കിട്ടുമ്പോൾ ഇവരെ ചതിക്കണം, ഇവരെ വഞ്ചിക്കണം, ഇവരുടെ ആത്മീയമായ എരിവിനെ ഇല്ലായ്മ ചെയ്യണം, അവരുടെ തീഷ്ണതയെ തകർക്കണം. ഉള്ളവരെ, എപ്പോഴും നമ്മൾ ഈ പിശാചിനെതിരെ നമുക്കൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ എഫേസ്യർ 4:27, എഫേസ്യം ചാപ്റ്റർ 4:27, പിശാചിന് ഇടം കൊടുക്കരുത്, അവന് ഇടം കൊടുക്കരുത്, അവന് അവസരം കൊടുക്കരുത്. ചിലപ്പോൾ നമ്മുടെ ചിന്തയിലൂടെ ആയിരിക്കാം, നമ്മുടെ നോട്ടത്തിലൂടെ ആയിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ അവന് അവസരം കൊടുത്താൽ അവൻ നമ്മളെ തകർക്കും. നോക്കുക, ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് അല്ല, ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമുക്ക് ആരോടെങ്കിലും മനസ്സിൽ തോന്നി, എന്നാൽ സഹോദരൻ നീ കൂടെ ഇരുന്നാട്ടെന്ന് പറഞ്ഞ് നമ്മൾ വളരെ വിഷമിച്ചായിരിക്കുന്നത്, ഒന്ന് ഇച്ചിരി ഇടം കൊടുത്താൽ പതുക്കെ പതുക്കെ തിക്കി അവൻ അവസാനം നമ്മളെ താഴെയിടും, അവൻ സുഖമായിട്ടിരിക്കും. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് പറയുക. ഇവിടെ പിശാച് പറയുക, ദൈവത്തിന് വചനം പറയാണ്, പിശാചിന് അവസരം കൊടുക്കരുത്. നമ്മൾ പിശാചിന് അവസരം കൊടുക്കരുത്. നമ്മുടെ കർത്തവ്യം എന്താ? നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എവിടെയാണ്? യുദ്ധക്കളത്തിലാണ്. നമ്മുടെ ശത്രു പിശാചാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് വായിച്ച് വേഗം വിടാം. നിങ്ങൾക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ വായിക്കുന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം, അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചേക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. കണ്ടോ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. കണ്ടോ, ഈ ആയുധവർഗം നാം ധരിച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ചില നമ്മൾ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞില്ലേ, സമാധാന സുവിശേഷം. ഇന്ന് ജനത്തിന് സമാധാനമില്ല. ഈ സമാധാനത്തിൻ്റെ വഴി അവർക്ക് അറിയത്തില്ല. അവർക്ക് ഈ സമാധാനത്തിൻ്റെ വഴി നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ, ഇന്ന് ഈ ചെരുപ്പിടാതെയാ പല വിശുദ്ധന്മാർ നടക്കുന്നത്. എത്ര ദുഃഖകരമാണ്. അപ്പോൾ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും എടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം, ഞാൻ ദൈവത്തിൻ്റെ സർവായുധവർഗത്തെക്കുറിച്ചും ഈ ആത്മീയ യുദ്ധത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ ധാരാളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനി വിശദീകരണം തരുന്നില്ല. എങ്കിലും ദൈവമക്കളെ, നമ്മൾ ഒരുങ്ങി നിൽക്കണം. നമുക്കൊരു ശത്രുവുണ്ട്. ഈ ശത്രുവിനോട് നമുക്ക് പോരാട്ടമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പോരാടണം? നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചവരായിട്ട് വേണം നാം പോരാടുവാൻ.
വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് 2 കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ അടുത്ത ചില കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. കാരണം സമയം അതിക്രമിക്കുന്നു. എനിക്ക് വളരെ പറയാൻ ആഗ്രഹമുണ്ട്. ഈ ചെറിയ സമയം കിട്ടുമ്പോൾ എല്ലാ നിലയിലാണ് നിങ്ങളോട് ഇതെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഒരുങ്ങിയിരിക്കണം. നമ്മൾ ഒരുക്കമുള്ള ജീവിതം നയിക്കണം. ഒന്നാമത്തെ ഒരുക്കം നമുക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള ഒരുക്കമായിരിക്കണം. ദൈവസഭയെക്കുറിച്ച്, വിശുദ്ധന്മാരെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ച്, തനിക്കായി വേർപെടുത്തിയ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള സ്വർഗീയ പിതാവിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം നാം എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. എത്രത്തോളം? ആവോളം സുവിശേഷം അറിയിക്കണം. നമ്മളങ്ങനെ കഴിയട്ടെ. അതിൽ നമ്മൾ മടിയന്മാരാകരുതേ. നമ്മുടെ ശത്രുവായ പിശാചിനോട് നമ്മൾ പോരാടണം. ഈ പിശാച് നമ്മളെ തടുക്കും. നമ്മുടെ പല യാത്രകളെ തടുക്കും. നമ്മുടെ കൂട്ടായ്മകളെ തടുക്കും. പ്രാർത്ഥനാ ജീവിതത്തെ തടുക്കും. വചന പഠന ധ്യാനത്തെ തടുക്കും. അതിനെല്ലാം നമ്മൾ അതിജീവിക്കണം. അതിനുവേണ്ടി നാം ഒരുങ്ങണം. അപ്പോൾ സാത്താനെതിരെയുള്ള ഒരുക്കം, സാത്താൻ ആരാണെന്ന് അറിഞ്ഞതിനെതിരെയുള്ള ഒരുക്കം, ഇത് നമുക്ക് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ 2 ഒരുക്കം മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കർത്താവ് അനുവദിച്ചാൽ പറയാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രോത്സാഹനത്തിന് കാരണമായി തീരട്ടെ. കർത്താവിന് എല്ലാ നിലയിലും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.